ഒരു മൂന്നാർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഫോട്ടോയും വീഡിയോ എടുക്കാനും ഞാൻ മറന്നുപോയി. കാരണം രാത്രി 12 മണിക്കായിരുന്നു യാത്ര. പിന്നെ ബസ്സിലിരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ അങ്ങനെ മൂന്നാർ പോയിട്ടാണ് ഈ ഫോട്ടോ എടുത്തത്. പിന്നെ ഒരു ഡാൻസ് ആയിരുന്നു. കുറച്ച് പേര് സെൽഫി എടുക്കണം, കുറച്ച് പേര് പ്രകൃതി ആസ്വദിക്കണം. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വണ്ടിയിൽ കയറി പ്രകൃതി ഇങ്ങനെ നല്ല രീതിയിൽ ആസ്വദിച്ച് പാട്ടും പാടി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ മൂന്നാർ കാഴ്ച ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ തന്നെ നോക്കി തന്നെയായിരുന്നു. പിന്നെ ഈ കാണുന്നതെല്ലാം തേയിലത്തോട്ടമാണ്. അവിടെയൊക്കെ ധാരാളം ചേച്ചിമാരും അമ്മമാരും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടിയിലിരുന്ന് ഞാൻ അവർ പറിക്കുന്നതും കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിട്ടായിരുന്നു. അവർ നുള്ളുന്നത് കാണാനേ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ കുറേ അങ്ങോട്ട് പോയപ്പോൾ റെസ്റ്റ് എടുത്തു, വെള്ളത്തിൽ അങ്ങോട്ട് കയറി. പിന്നെ അവിടെ നിന്ന് ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ റൂമിൽ. ഓൾറെഡി ഞങ്ങളിവിടെ വന്ന് ബാഗൊക്കെ വെച്ചിട്ടാണ് പോയത്. പിന്നെയും വന്ന് ഞങ്ങൾ അങ്ങനെ ഫ്രഷൊക്കെ ആയി. പിന്നെ ചെറിയ ചെറിയ കലാപരിപാടിയായിട്ട് പലവരും പല സ്ഥലത്തായി. ഞാനവരിൻ്റെയൊക്കെ വീഡിയോസ് അവരറിയാതെയൊക്കെ എടുത്തതാണ്. ഞങ്ങൾ പിന്നെ മെല്ലെ പുറത്തിറങ്ങി. ട്രാവലുമായിട്ടാണ് പുറത്തിറങ്ങി. ട്രാവലറിനുണ്ടായിരുന്ന ഫുഡ് ഒന്ന് കഴിച്ച് അങ്ങനെ ചുറ്റും നടന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പിന്നെ ചാറ്റൽ മഴ പോയി, നല്ല മഴയായി. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി. ഈ വീഡിയോ കാണുമ്പോൾ അറിയാൻ സാധിക്കും, കുറച്ച് പേർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടു. ചുമയും ജലദോഷവും, ചിലവർക്ക് പനി പിടിച്ച ഒലിയും അങ്ങനെയൊക്കെയായി. ഈ മഞ്ഞ് വീഴ്ച ഒരു രക്ഷയില്ല കേട്ടോ. മൊബൈലിൽ സമയം നോക്കിയപ്പോൾ 4:30. കൂടി ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ അങ്ങോട്ട് എടുത്ത് പിന്നെ അങ്ങോട്ട് നല്ല വ്യൂ പോയിൻറ്റും കണ്ട് നല്ല നടത്തം ആരംഭിച്ചു. എനിക്ക് മതിയായ സന്തോഷമുണ്ട്. കാരണം മൂന്നാർ ട്രിപ്പ് എൻ്റെ ആദ്യ അനുഭവമാണ്. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഒരേ ഡാൻസും പാട്ടൊക്കെ. ശരിക്കും പറഞ്ഞാൽ അഴിഞ്ഞാടി, ആറാടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ അഴിഞ്ഞാടിയാണ്. പക്ഷേ ഇനി എന്തെല്ലാം വന്നാലും ഈ ഒരു യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായി. ശരിക്കും പറഞ്ഞാൽ ഇനി മൂന്നാറിലോട്ട് എപ്പോഴാണ് യാത്ര എന്ന് മനസ്സിലിങ്ങനെ ആലോചിച്ച് വണ്ടിയിലിരുന്ന് ഞാനങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ അങ്ങനെ കണ്ണു തുറന്നപ്പോൾ സംഗതി റൂമെത്തി. ചില നേരത്ത് ഉറക്കം ഒരു ശാപമാണെന്ന് പറയുന്നത് വെറുതെ അല്ല. കൂടെയുള്ളവരെല്ലാം ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ മാത്രം ഉറങ്ങി. ഞാൻ മാത്രമല്ല, 2-3 പിള്ളേർ വേറെ ഉണ്ടായിരുന്നു. ഡാൻസ് കളിക്കാൻ എനിക്ക് പറ്റാത്തതിൻ്റെ ആ വിഷമത്തിൽ തലയെന്താക്കി ഞാൻ നേരെ റൂമിലും